പ്രൊമോഷന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണുസുതി ബഹ്റിനിലാണ്. ബാർ റെസ്റ്റോറന്റിലെ പ്രൊമോഷന് വേണ്ടിയാണ് താരം എത്തിയത്. 10-ാം തീയതി വരെ താൻ വിദേശത്തായിരിക്കുമെന്നും അതിനാൽ ഭർത്താവ് കൊല്ലം സുധിയുടെ ചരമവാർഷികത്തിന് താൻ നാട്ടിലുണ്ടാവില്ലെന്നും രേണു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 3 വർഷം മുമ്പ് നടന്ന ഒരു കാർ അപകടത്തിലാണ് കൊല്ലം സുധി എന്ന കലാകാരനെ മലയാളികൾക്ക് നഷ്ടപ്പെട്ടത്. സുധിയുടെ ചരമവാർഷികം കഴിഞ്ഞ് 2 വർഷവും രേണുസുതിയും പ്രാർത്ഥനയും മറ്റുമായി ആഘോഷിച്ചിരുന്നു. രണ്ടാമത്തെ ചരമവാർഷികത്തിൽ അന്ന് അലൻ ജോസ് പെരേര വിളിച്ച് ഡാൻസ് കളിപ്പിച്ചതിൻ്റെ പേരിൽ വലിയ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. അതെല്ലാം കൊണ്ടെല്ലാം കൂടിയാണ് താൻ ഇത്തവണ അത്തരം ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ചതെന്നും രേണുസുതി പറയുന്നു. കഴിഞ്ഞ ദിവസം സുധിയുടെ മരണത്തെക്കുറിച്ച് രേണു സംസാരിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. ജൂൺ 5-ാം തീയതി എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ദിവസം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ വരുന്ന ജൂൺ 5-ന് സുധിച്ചേട്ടൻ മരിച്ചിട്ട് 3 വർഷമാകും. പ്രൊമോഷനും ഒരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പോൾ ബഹ്റിനിലാണ്. 10-ാം തീയതിയെ മടങ്ങി വരികത്തുള്ളൂ. 3 വർഷമായതുകൊണ്ട് ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എവിടെയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ കുടുംബത്തെ എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വീടിന് സമീപത്തുള്ള ഒരു അനാഥ മന്ദിരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഋതപ്പനും അന്നേ ദിവസം അവിടുത്തെ മക്കൾക്കൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കും. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് രേണു പറഞ്ഞത്. വീഡിയോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പതിവ് പോലെ വിമർശനങ്ങൾ ലഭിച്ചു. ഇനിയെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിടൂ, ആത്മാവിനെ അൽഫാമാക്കല്ലേ, ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം രേണു പങ്കിട്ട ഡാൻസ് വീഡിയോയും അതിന് വന്ന കമൻറ്റുകൾക്ക് രേണു നൽകിയ മറുപടിയുമാണ് ചർച്ചയാകുന്നത്. വസീകര എന്ന തമിഴ് സോങ്ങിന് ഗ്ലാമറസായി വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്ന രേണുവാണ് വീഡിയോയിലുള്ളത്. റീല് വൈറലായതോടെ നിരവധി പേരാണ് വിമർശനമായി എത്തിയത്. രൂക്ഷമായി വിമർശിച്ച പലരെയും റീന ചീത്ത വിളിച്ച് ഓടിച്ചു. രേണുവിനെ ഇഷ്ടമാണ്, പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറായി തോന്നുന്നു എന്ന് കമൻറ്റിട്ടവർക്ക് തൻ്റെ ഈ ഓവറായി തോന്നുന്നില്ലെന്നും രേണുവിൻ്റെ മറുപടി എത്തി. ജീവിച്ച് കാണിച്ചു കൊടുക്ക്, ജീവിക്കാതെ മറ്റൊരാളാണ് കുറിച്ചത്. സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസമല്ലേ, പുള്ളിക്കുള്ള ഗിഫ്റ്റാണിത് എന്നൊരാൾ കമൻറ്റ് ചെയ്തപ്പോൾ അയാളുടെ വീട്ടുകാരെ അടക്കം ചീത്ത വിളിച്ചുകൊണ്ടാണ് രേണുവിൻ്റെ മറുപടി. സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസത്തിൽ ഇതുപോലൊരു റീലൊക്കെ ആവാം എന്നൊരാൾ കുറിച്ചപ്പോൾ യെസ് 5-ാം തീയതിയും ഇതുപോലെ ഇടാം എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി. മൂന്നാം വർഷം ആയപ്പോഴേക്കും കുറച്ച് ഡ്രസ്സ് ദേഹത്തുണ്ട്. 5 വർഷം അല്ലെങ്കിൽ 4 വർഷം ആകുമ്പോഴത്തേക്കും ദേഹത്ത് ഡ്രസ്സൊന്നും കാണാൻ സാധിക്കില്ല എന്നിങ്ങനെ മറുപടികൾ വരുന്നു.